നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമരചരിത്രത്തിൽ പുതുമയാർന്ന ഒരു ഏട് കൂടി ചേർത്തിരിക്കുകയാണ് സിപിഐഎം നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സമരം. കൈകളും മനസ്സും പരസ്പരം കോർത്തുകെട്ടിയ ഒറ്റച്ചരട് പോലെ സംസ്ഥാനത്തിന്റെ തെക്കുവടക്ക് അതിർത്തികളെ തൊട്ട ജനലക്ഷങ്ങൾ ദുർഭരണത്തിനെതിരെ ശക്തമായ താക്കീതാണ് ഉയർത്തിയത്. കണ്ണപുരം ഇടക്കേപ്പുറത്ത് കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻശേഖരം പിടികൂടി. SI PA ബിനുമോനും സംഘവുമാണ് പുകയില വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരം പബ്ലിക് സ്കൂൾ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. കരിവള്ളൂർ കൊഴുമലിലെ കുടക്കല്ലുകൾ വിസ്മൃതിയിലേക്ക്. പ്രാചീന സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ ഇവ സംരക്ഷണം കിട്ടാതെ കാടുകയറി നശിക്കുകയാണ്. കതിരൂർ മനോജ് വധക്കേസ്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനന് ജാമ്യം ലഭിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമരചരിത്രത്തിൽ പുതുമയാർന്ന ഒരു ഏട് കൂടി ചേർത്തിരിക്കുകയാണ് CPIM നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സമരം. കൈകളും മനസ്സും പരസ്പരം കോർത്തുകെട്ടിയ ഒറ്റച്ചരട് പോലെ സംസ്ഥാനത്തിന്റെ തെക്കുവടക്ക് അതിർത്തികളെ തൊട്ട ജനലക്ഷങ്ങൾ ദുർഭരണത്തിനെതിരെ ശക്തമായ താക്കീതാണ് ഉയർത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ദ്രോഹ നടപടികൾക്കെതിരെയുള്ള ജനരോഷമായി മാറി പ്രതിരോധ സമരം. ഭക്ഷ്യസുരക്ഷ, തൊഴിലുറപ്പ് പദ്ധതി പരിമിതപ്പെടുത്തൽ, കോർപ്പറേറ്റ് വൽക്കരണം തുടങ്ങിയ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPMന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം വില്ലേജ് ഓഫീസ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ 1000 കിലോമീറ്റർ ജനകീയ പ്രതിരോധം തീർത്തത്. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലേതടക്കം നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ അണിനിരന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ ഇരു ജില്ലകളിലെയും പ്രമുഖർ ചങ്ങലയിലെ കണ്ണികളായി. കാസർഗോഡ് അതിർത്തിയിൽ CPIM തൃക്കരിപ്പൂരിലെ മുതിർന്ന നേതാക്കളായ K. കുഞ്ഞിരാമൻ MLA, TV ഗോവിന്ദൻ, MV കോമൻ നമ്പ്യാർ എന്നിവർ അണിനിരന്നു. കണ്ണൂർ ജില്ലയുടെ ആരംഭത്തിൽ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, GD നായർ, പാവൂർ നാരായണൻ എന്നിവർ അണിനിരന്നു. പാർട്ടി ഗ്രാമമായ കരിവള്ളൂർ, ഓണക്കുന്ന് മേഖലയിലും നിരവധി പേരാണ് പ്രതിരോധ സമരത്തിൽ അണിനിരന്നത്. കരിവള്ളൂരിൽ നേതാക്കളായ V. നാരായണൻ, EP കരുണാകരൻ എന്നിവർ നേതൃത്വം നൽകി. ഓണക്കുന്നിൽ SFI മുൻ ജില്ലാ സെക്രട്ടറി സരിൻ ശശി, EP തമ്പാൻ മാസ്റ്റർ, K. നാരായണൻ എന്നിവർ പ്രതിരോധ സമരത്തിന് നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ചങ്ങലയിലെ കണ്ണികളായി. കോത്തായിമുക്കിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ്, KV ലളിത, KK ഗംഗാധരൻ, അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്നിവർ അണിനിരന്നു. C. കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലാണ് പെരുമ്പയിൽ ജനങ്ങൾ പ്രതിരോധ ചങ്ങല തീർത്തത്. PV കുഞ്ഞപ്പൻ, K. രാഘവൻ തുടങ്ങിയ നേതാക്കളും പെരുമ്പ മേഖലയിലാണ് ഉപരോധ സമരത്തിന്റെ ഭാഗമായത്. പെരുമ്പാപ്പാലം, എടാട്ട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും ജനപങ്കാളിത്തം കൊണ്ട് പ്രതിരോധ സമരം ശ്രദ്ധേയമായി. പിലാത്തറയിൽ നടന്ന പ്രതിഷേധത്തിലും നിരവധി പേർ പങ്കാളികളായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം OV നാരായണൻ, IV ശിവരാമൻ, CM വേണുഗോപാലൻ തുടങ്ങിയവരും പിലാത്തറ കേന്ദ്രീകരിച്ച് സമരത്തിൽ പങ്കാളികളായി. 3 മണിയോടെ തന്നെ നേതാക്കളെയും ജനങ്ങളെയും കൊണ്ട് ദേശീയപാതയോരം നിറഞ്ഞിരുന്നു. തുടർന്ന് 4 മണിയോടെ ജനദ്രോഹ നടപടിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള ജനവികാരമറിയിച്ച് ഏകമനസ്സോടെ ജനങ്ങൾ പ്രതിരോധത്തിൽ അണിചേർന്നു. 1 മണിക്കൂറോളം നീണ്ട സമരത്തിന് സമാപനം കുറിച്ച് 4:50 ഇന്ന് ആഗസ്റ്റ് 11 ദേശീയ പ്രക്ഷോഭത്തിൽ കേരളീയർ അണിചേരുന്നു എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞയും എടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രതിഷേധത്തിന്റെ കനലുകളെരിയിക്കുന്ന വാക്കുകളുമായാണ് നേതാക്കൾ ജനകീയ പ്രതിരോധത്തിനെത്തിയവരെ അഭിസംബോധന ചെയ്തത്. ഉശിരാർന്ന മുദ്രാവാക്യങ്ങൾക്കുമേലെ നേതാക്കളുടെ വാക്കുകൾ കൂടി പെയ്തിറങ്ങിയതോടെ ജനകീയ പ്രതിരോധ സമരം ആവേശക്കടലായി മാറി.
കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അഴിമതിയെയും കെടുകാര്യസ്ഥതയെയും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളെയും വർഗീയ പ്രചാരണങ്ങളെയും തൊലിയുരിച്ചു കാണിക്കുന്ന പ്രസംഗങ്ങളിലൂടെയാണ് നേതാക്കൾ പാർട്ടി അണികളെ ആവേശഭരിതരാക്കിയത്. അച്ചടിച്ചു നൽകിയ മുദ്രാവാക്യങ്ങളോടൊപ്പം നേതാക്കളുടെ ഉച്ചിരാർന്ന വാക്കുകൾ കൂടി കേട്ടതോടെ ജനകീയ പ്രതിരോധത്തിനെത്തിയവരിൽ സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള അമർഷവും പ്രതിഷേധവും ആളിക്കത്തി. ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ കെ കുഞ്ഞിരാമൻ MLA ആണ് ജനകീയ പ്രതിരോധത്തിനെത്തിയവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. എന്നിട്ട് ഞങ്ങളെ ഭരണമേൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്ത് പട്ടിണി മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ രാജ്യത്ത് കൃഷിക്കാരൻ കാർഷിക മേഖലയെ വമ്പിച്ച പുരോഗതിയിലേക്ക് നയിക്കും. വ്യവസായ രംഗത്തെ സമൃദ്ധമാക്കും. ഇങ്ങനെയുള്ള വിലക്കയറ്റം തടയും. ഇങ്ങനെയുള്ള ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകി. കോൺഗ്രസ് നാടിനെ ഭരിച്ചു മുടിച്ചു എന്ന് വിമർശിച്ച് അധികാരത്തിലേറിയ നരേന്ദ്രമോദി അതേ ഭരണത്തിന്റെ തുടർച്ചയോടൊപ്പം കടുത്ത വർഗീയത കൂടി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് MLA പറഞ്ഞു. കരിവള്ളൂരിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. നാരായണൻ സംസാരിച്ചു. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ഇന്നേ ദിവസം ആഗസ്റ്റ് 11-ാം തീയതി മഞ്ചേശ്വരം മുതൽ രാജ്ഭവൻ വരെ, അതിനോടൊപ്പം അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയുള്ള MG റോഡും ഇതര പ്രധാന റോഡുകളും ഉൾപ്പെടെ 1000 കിലോമീറ്റർ നീളത്തിൽ റോഡിന്റെ ഓരത്ത് കേരളം ഒറ്റ മനസ്സോടെ ഉയർത്തുന്ന ഈ പ്രതിഷേധം സർക്കാരിനുള്ള താക്കീതാണെന്ന് പയ്യന്നൂരിൽ C. കൃഷ്ണൻ MLA പറഞ്ഞു. അവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേവൽ അക്കാദമിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തപ്പോൾ അങ്ങനെ ഏറ്റെടുക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവരെ ഇപ്പോഴും പുനരധിവാസം പൂർണ്ണമായിട്ടില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം OV. നാരായണനാണ് പിലാത്തറയിൽ സമരക്കാരെ അഭിസംബോധന ചെയ്തത്. വയനാട്, ഇടുക്കി പോലുള്ള കോട്ടയം പോലുള്ള ജില്ലകളിൽ ഈ പരിപാടി അതാത് സംസ്ഥാന റോഡുകളിൽ നടക്കുന്നത് ജനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നം. DYFI നേതാവ് അഡ്വക്കേറ്റ് P. സന്തോഷ്, SFI നേതാവ് സരിൻ ശശി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സമരക്കാരോട് സംസാരിച്ചു. കണ്ണപുരം ഇടക്കേപ്പുറത്ത് കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. കണ്ണപുരം SI PA ബിനുമോനും സംഘവുമാണ് 650 പാക്കറ്റിലധികം പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കടയുടമ KV കുഞ്ഞിരാമനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗലാപുരത്ത് നിന്ന് ഹോൾസെയിലായിട്ട് അവർ ട്രെയിനുകളിൽ എത്തിച്ച് ഇവിടെ വിതരണം ചെയ്യുന്നൊരു ശൃംഖല തന്നെയുണ്ട്. എന്തായാലും കണ്ണപുരത്ത് ഇത് വ്യാപകമായിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. ഹാൻസ്, മറ്റ് പാൻപരാഗ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഇടക്കേപ്പുറത്തെ കുഞ്ഞിരാമൻ സ്റ്റോറിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഹാൻസ്, കൂൾ, ചൈനാക്കീനി എന്നീ ഉൽപ്പന്നങ്ങൾ കടയിലെ രഹസ്യറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. ഏറെ ദിവസത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ റെയ്ഡ് നടത്തി പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മംഗലാപുരത്ത് നിന്നും 10 രൂപയ്ക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ 40 രൂപ ഈടാക്കിയായിരുന്നു വിൽപ്പന. മംഗലാപുരത്ത് നിന്നും ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തിക്കാൻ വൻ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിൽ പോലും ഇത്തരം സംഘങ്ങൾക്ക് ഇടനിലക്കാരുണ്ട്. ഇവരാണ് ഗ്രാമപ്രദേശങ്ങളിലെ കടകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. കണ്ണപുരം, ചെറുകുന്ന് മേഖലകളിൽ കഞ്ചാവ്, പുകയിലോൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കണ്ണപുരം SI ബിനുമോൻ PA മാധ്യമങ്ങളോട് പറഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടോമി, രമേശൻ, PV മഹേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം പബ്ലിക് സ്കൂൾ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ആഗസ്റ്റ് 6 നടത്തിയ സൂചനാ പണിമുടക്കിനെ തുടർന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയില്ലാത്ത സാഹചര്യത്തിലുമാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. മരവിപ്പിച്ച ശമ്പള സ്കെയിൽ പുനഃസ്ഥാപിക്കുക, മറ്റു ജീവനക്കാർക്ക് നൽകിയതുപോലെ 73% DA അനുവദിക്കുക, പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കിയ ജീവനക്കാരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക, പബ്ലിക് സ്കൂൾ ജീവനക്കാരോട് മാനേജ്മെന്റിനുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിയാരം പബ്ലിക് സ്കൂൾ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ മാനേജ്മെന്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെന്നും ലഭിച്ചുകൊണ്ടിരുന്ന തുച്ഛമായ ശമ്പള സ്കെയിൽ 2014 ജൂൺ മാസം മുതൽ മരവിപ്പിക്കുകയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വേതനം കൺസോളിഡേറ്റഡ് പേ ആക്കിയതായും ജീവനക്കാർ പരാതിപ്പെടുന്നു. ഞങ്ങൾ ആ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 ഞങ്ങൾ ഒരു സൂചനാ പണിമുടക്ക് നടത്തി. ഇത്രയും ദിവസമായിട്ടും ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനോ ഞങ്ങളുമായിട്ട് ഒരു അനുരഞ്ജന ശ്രമത്തിന് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. ഇന്നലെ വൈകിട്ട് വരെ ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ രാത്രി ഏകദേശം 8 മണിക്ക് ശേഷം
വീട്ടിലെ ഓരോ ടീച്ചർമാരെയും പ്രിൻസിപ്പാൾ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഒരു ഓർഡർ തയ്യാറായിട്ടുണ്ടെന്നും അപ്പോൾ ഈ ഓർഡർ പ്രകാരം ഇന്ന് ഓരോ ടീച്ചർക്ക് ഇത്ര വർധനവാണ് ഉണ്ടാവുക എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത് കഴിഞ്ഞ രാത്രി 8 മണിക്ക് ശേഷം മാത്രമാണ്. പ്രശ്നം ചൂണ്ടിക്കാട്ടി ആഗസ്റ്റ് 5-ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. പണിമുടക്കിന് ശേഷവും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഇത്തരം അനീതിക്കും സ്ത്രീകളുടെ ചൂഷണവും അവസാനിപ്പിക്കണമെന്നും ജീവനക്കാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കതിരൂർ മനോജ് വധക്കേസ് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനന് ജാമ്യം ലഭിച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതികൾക്ക് പയ്യന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കി കൊടുത്തു എന്നതാണ് TI മധുസൂദനന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. കേസിൽ പ്രതി ചേർത്ത് മധുസൂദനനെ ചോദ്യം ചെയ്യലിനായി വിട്ടുകിട്ടണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് TI മധുസൂദനൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും കോടതി ആദ്യഘട്ടത്തിൽ ആഗസ്റ്റ് 6 വരെയും തുടർന്ന് ആഗസ്റ്റ് 11 വരെയും മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻ കോടതി CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനന് ജാമ്യം അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. കരിവള്ളൂർ കൊഴുമലിലെ കുടക്കല്ലുകൾ വിസ്മൃതിയിലേക്ക്. പ്രാചീന സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ ഇവ സംരക്ഷണം കിട്ടാതെ കാടുകയറി നശിക്കുകയാണ്. 3000 വർഷമെങ്കിലും പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കരിവള്ളൂർ കൊഴുമലിലെ കുടക്കല്ലുകൾ സംരക്ഷണം കിട്ടാതെ നശിക്കുകയാണ്. പ്രാചീന കേരളത്തിലെ ശവക്കല്ലറുകളുടെ ഒരു വകഭേദമാണ് കുടക്കല്ലുകൾ. ഇത്രയും വർഷങ്ങൾക്ക് മുൻപും ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുകളാണിവ. കുടയുടെ ആകൃതിയിലുള്ള വലിയ ചെങ്കൽപ്പാളിയുടെ കീഴിലായി 3 വലിയ ചെങ്കല്ലുകൾ കുത്തനെ നിർത്തിയ നിലയിലാണ് കുടക്കല്ലുകൾ കാണപ്പെടുന്നത്. 5ഓളം ഇത്തരം കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് 2 ചുരുങ്ങിയിരിക്കുന്നു. ഇതുതന്നെ കാട് മൂടിയും മറ്റും നാശത്തിൻ്റെ വക്കിലാണ്. പ്രാചീന ശിലായുഗ സംസ്കാരത്തിൻ്റെ തെളിവുകളായ ഇവ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരാത്തത് ചരിത്രത്തോട് ചെയ്യുന്ന നീതി നിഷേധമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് CPI തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഇടയിലക്കാട് നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ മൂലം വിലക്കയറ്റം നിയന്ത്രണമില്ലാതെ കയറുകയും അഴിമതി വ്യാപകമാവുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് CPI തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. CPI ലോക്കൽ സെക്രട്ടറി M. ഗംഗാധരൻ ലീഡറും K. സവിത ഡെപ്യൂട്ടി ലീഡറുമായുള്ള ജാഥയ്ക്ക് IT, പേക്കടം, ഉദിനൂർ, നടക്കാവ്, പോളിടെക്നിക്, മൈത്താണി, കൊയോങ്കര മൃഗാശുപത്രി, പൂച്ചോൽ, തങ്കയം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ഇടയിലക്കാട് നിന്നും CPI ജില്ലാ കൗൺസിൽ അംഗം A. അമ്പുഞ്ഞി ഉദ്ഘാടനം ചെയ്ത ജാഥ തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പൽ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായാണ് കേരളത്തിൽ ഇതുപോലെ ലോക്കൽ അടിസ്ഥാനത്തിൽ പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയിൽ പര്യടനം നടത്തിയ ഈ ജാഥ ഇപ്പോഴിവിടെ സമാപിക്കുന്നത്. P. കുഞ്ഞമ്പു അധ്യക്ഷനായി. M. അംബിസാർ, P. വിജയകുമാർ, ജാഥ ലീഡർ M. ഗംഗാധരൻ എന്നിവർ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. M. വി. രാജൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മധു ചീമേനിയുടെ യുദ്ധവിരുദ്ധ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഷീല കുഞ്ഞിപ്പുരയിൽ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ K. ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായി. യുദ്ധഭൂമിയിലെ ഭീകരരംഗങ്ങൾ വിദ്യാർത്ഥികളെ ആകുലരാക്കി. എരിഞ്ഞടങ്ങുന്ന ബാല്യങ്ങളും തലവേർപെട്ട പിഞ്ചു കുഞ്ഞുങ്ങളും ശവക്കൂമ്പാരങ്ങളും. മിസൈലുകളും പാറ്റൺ ടാങ്കുകളും വരുത്തിയ നാശങ്ങൾ വിദ്യാർത്ഥികളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ദോഷകരമായി ബാധിക്കുന്ന മഹാസംഭവമാണ് യുദ്ധങ്ങൾ എന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞു. ലോകത്തിൻ്റെ സുസ്ഥിരതയെ ആഴത്തിൽ അട്ടിമറിച്ചുകൊണ്ടാണ് ഓരോ യുദ്ധവും കടന്നുപോകുന്നത്. രാസായുധങ്ങളുടെയും അണ്വായുധങ്ങളുടെയും കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും സമാധാനത്തിനായി കേഴുന്ന ലോക ജനതക്കൊപ്പം നിന്ന് കുട്ടികളും പ്രതിജ്ഞയെടുത്തു, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. യുദ്ധങ്ങളുടെ ഭീകരതയെ അപ്പാടെ ഒപ്പിയെടുക്കുന്നവയായി മധു ചീമേനി പ്രദർശനത്തിന് വെച്ച 150ഓളം ചിത്രങ്ങൾ. പ്രദർശനം കാണാൻ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സ്കൂളിലെത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കടുമേനി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിന്റെയും ആഭിമുഖ്യത്തിൽ വനിതകൾക്കുള്ള തൊഴിൽ പരിശീലനത്തിന് കടുമേനിയിൽ തുടക്കമായി. കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. KP നാരായണൻ അധ്യക്ഷനായി. ജോൺ ബ്രിട്ടോ, CP അപ്പുക്കുട്ടൻ എന്നിവർ സംബന്ധിച്ചു. 40ഓളം വനിതകൾക്ക് തയ്യൽ പഠിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. പോളിടെക്നിക്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് നിങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്, ഈ ട്രെയിനിങ് പരിപാടി. ഇപ്പോൾ പോളിടെക്നിക്ക്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇങ്ങനെയുള്ള തൊഴിലധിഷ്ഠിത പദ്ധതികളെല്ലാം ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊരു പദ്ധതിയാണ് SAP എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഈ ഹൈസ്കൂളിൽ, കമ്പല്ലൂർ ഹൈസ്കൂളിൽ ഇപ്പോൾ ഒരു യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കരിവള്ളൂർ ചക്ലിയ കോളനിയിൽ നിന്നൊരു സ്നേഹത്തിന്റെ വിജയഗാഥ. രോഗം മൂർച്ഛിച്ച് മരണക്കിടക്കയിലായ 5ഓളം കന്നുകുട്ടികളെ രക്ഷിച്ചെടുത്ത കഥയാണ് കോളനിയിലെ ശശികല മുകുന്ദന് പറയാനുള്ളത്. അതിജീവനത്തിന്റെ പെൺകരുത്തിന്റെ തോരാത്ത കഥയാണ് കരിവള്ളൂർ ചക്ലിയ കോളനിയിലെ ശശികല മുകുന്ദന്റേത്. ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് മിൽമയുടെ കന്നുകുട്ടി പദ്ധതി പ്രകാരം 5 പശുക്കിടാങ്ങളെ കിട്ടുന്നത്. ഉപഭോക്താക്കൾ തന്നെയാണ് പാലക്കാട് നിന്നും കന്നുകുട്ടികളെ തിരഞ്ഞെടുത്തത്. ജീവിതം രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടും കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളായിരുന്നു. 5 കന്നുകിടാങ്ങൾക്കും കുളമ്പ് രോഗം വന്നു. രോഗം മൂർച്ഛിച്ച ഘട്ടത്തിലും ശശികല ഈ മിണ്ടാപ്രാണികളെ കൈവിട്ടില്ല. രോഗത്തിൻ്റെ ഭീകരത കണ്ട് ചികിത്സിക്കാൻ വന്നവർ പോലും അറച്ചു നിന്നുവെന്നാണ് ശശികല പറയുന്നത്. ദയാവധം നടത്തിയാൽ ഇൻഷുറൻസ് തുക കിട്ടുമായിരുന്നിട്ടും അതിനു മുതിരാതെ ശശികല ഇവയെ ചികിത്സിച്ചു. മിൽമയുടെ കുളമ്പ് രോഗ നിവാരണ ക്യാമ്പും ആശ്വാസമേകി. കന്നുകാലികൾ ക്രമേണ രക്ഷപ്പെട്ടു. അങ്ങനെയിരിക്കെയാണ് 5 പശുക്കൾക്കും കന്നു പിടിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം ശശികല തിരിച്ചറിഞ്ഞത്. അതിനായി പിന്നത്തെ ചികിത്സ. ഏറെ നാളുകളായി നടന്ന ചികിത്സയെ തുടർന്ന് പശുക്കൾ പ്രസവിച്ചു. 5 പശുക്കളിൽ 2 എണ്ണം പ്രസവിച്ചു. 3 എണ്ണം പ്രസവത്തിനായി തയ്യാറെടുക്കുകയാണിപ്പോൾ. ഇന്ന് ഈ കുടുംബത്തിൻ്റെ ആശ്രയം ഈ പശുക്കളാണ്. 40 ലിറ്റർ പാൽ ദിവസേന ഈ 2 പശുക്കളിൽ നിന്നും ലഭിക്കുന്നു. ശശികലയെ ഭർത്താവ് മുകുന്ദനും കരിവള്ളൂർ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം തരം വിദ്യാർത്ഥി മൃദുലയും പശുപരിപാലനത്തിന് സഹായിക്കുന്നുമുണ്ട്. ഒരു പ്രതീക്ഷയായിരുന്നു, പക്ഷേ ദൈവം അതെനിക്ക് തന്നു. എല്ലാവരും കൈവെടിഞ്ഞതാണ്. ഞാൻ അതിനെ എല്ലാവരോടും ഇല്ല വാശി. അതുകൊണ്ട് ആ വാശി നിറവേറ്റിയതാണ് ഞാനിപ്പോൾ. എനിക്ക് ഈ 5 എണ്ണത്തിന് പ്രസവിക്കൂല, കാള പറ്റാതെ പിന്നെ ഒഴിവായി മൂലക്കായി പോയ പശുക്കളാണ് ഞാൻ രക്ഷിച്ചെടുത്ത്. അവരിപ്പോൾ പ്രസവിക്കുകയും ചെയ്ത് എനിക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്ത്. ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചാണ് കറവ നടക്കുന്നത്. ആപത്തിൽ കൈവിടാത്തതിൻ്റെ സ്നേഹം ഈ മിണ്ടാപ്രാണികൾക്ക് ഈ കുടുംബത്തോടുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള രാമപുരം പാലം നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കും. പാപ്പിനിശ്ശേരി പിലാത്തറ റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് രാമപുരത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ പാലം അനുവദിച്ചിരുന്നില്ല. എന്നാൽ MLAയുടെയും ജനപ്രതിനിധികളുടെയും നിരന്തരമായ ഇടപെടലാണ് പാലം നിർമ്മിക്കാൻ ധാരണയായത്. പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. 2016 മാർച്ച് മാസത്തിനു മുൻപ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് KSTP. രാമപുരത്തെ പുതിയ പാലം നിർമ്മാണം പ്രദേശത്തെ റോഡ് വികസനത്തിന് ഏറെക്കുറെ ഗുണകരമാകും. നിലവിലുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും പുതിയ പാലത്തിന്റെ നിർമ്മാണത്തോടെ സാധിക്കും. KSTP റോഡ് നിർമ്മാണം പിലാത്ര മുതൽ പാപ്പിനിശ്ശേരി വരെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. പാലം നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ KSTP റോഡിന്റെ 1ാം ഘട്ടവും പൂർത്തിയാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചന്ദേര ജനമൈത്രി പോലീസ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂർ, അൽഹുദ ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ MTP അബ്ദുൽ കരീം ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി കാവൽ സേന രൂപീകരണവും നടന്നു. ചന്ദേര ജനമൈത്രി പോലീസ്, അൽഹുദ ക്ലബ്ബ്, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂർ NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൈബർ ക്രൈം കുറ്റകൃത്യങ്ങൾ അവബോധന ക്ലാസും കാവൽ സേന രൂപീകരണവും നടന്നു. തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് MTP അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിൽ തന്നെ പോലീസുകാരായി സ്റ്റുഡന്റ് പോലീസുകളായി പലരും പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയുടെ ഒരു പേര് ശ്രീ വിജയൻ IPS ആണ്. ഇതിപ്പോ കേരളത്തിലെ രഹസ്യ നാഷണൽ വിഭാഗം പോലീസിന്റെ അമരത്ത് DIG ആയി പ്രവർത്തിക്കുന്ന ശ്രീ വിജയൻ IPS. KV സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് സബ് ഇൻസ്പെക്ടർ രാജേഷ് M, സുഹറ M, ഷൗക്കത്ത് C, രഞ്ജിത്ത് VM, കുഞ്ഞബ്ദുള്ള TV, VPP ഷുഹൈബ്, ഉറുമീസ് തൃക്കരിപ്പൂർ, പ്രസന്ന MK, പത്മനാഭൻ T,
എന്നിവർ ചടങ്ങിന് ആശംസ നേർന്ന് സംസാരിച്ചു. ചന്ദേര ജനമൈത്രി പോലീസ് CRO MP പത്മനാഭൻ സ്വാഗതമാശംസിച്ച ചടങ്ങിന് NSS പ്രോഗ്രാം ഓഫീസർ കൃഷ്ണൻ മാഷ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പിലാത്തറ കോപ്പറേറ്റീവ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് SFI കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മുതലാളിയും തൊഴിലാളിയും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ ലോകത്ത് ഉണ്ടായി. തൊഴിലാളിയെ മുതലാളി ചെയ്യാൻ വേണ്ടി തുടങ്ങി, തൊഴിലാളിയെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങി, പീഡനം ചെയ്യാൻ വേണ്ടി തുടങ്ങി, ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് പീഡനമേറ്റു വാങ്ങുന്ന, ചൂഷണത്തിന് വിധേയമാകുന്ന മനുഷ്യർക്ക് വേണ്ടി മതങ്ങൾ ലോകത്ത് ഉടലെടുത്തു. നിജിഷ ജനാർദ്ദനൻ അധ്യക്ഷയായി. ഷിജു CP, ഹനീഷ് TV, പ്രണവ് രാജ്, ജിതിൻ T, രജീഷ്, അരുണ എന്നിവർ സംസാരിച്ചു. വിഷ്ണു K സ്വാഗതം ആശംസിച്ചു. അധ്യാപകരോടൊപ്പം കർക്കിടക കഞ്ഞിയുടെ രുചി നുകർന്ന് കുരുന്നുകളും. പയ്യന്നൂർ സൗത്ത് ALP സ്കൂളിലാണ് ചൊവ്വാഴ്ച കർക്കിടക കഞ്ഞി വിതരണം ചെയ്തത്. ഈ ഇലക്കറികളെല്ലാം തന്നെ വളരെ സ്വാദിഷ്ടവും വളരെ പോഷക സമ്പുഷ്ടവുമാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ മുമ്പ് കാലങ്ങളിൽ നമുക്ക് ഒരുപാട് ഇലകൾ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ പത്തലത്തോരൻ വെക്കുന്നത്. കൂടാതെ കർക്കിടക കഞ്ഞി നമ്മുടെ ആർക്കും അറിയാത്ത ഒരു നല്ല പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണമാണ് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞിയിൽ പ്രധാനമായി നമ്മുടെ ആയുർവേദ മരുന്നുകൾ. പയ്യന്നൂർ സൗത്ത് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചൊവ്വാഴ്ച ഉച്ചക്ക് സ്കൂളിൽ നിന്ന് കഴിച്ചത് കർക്കിടക കഞ്ഞിയായിരുന്നു. മിക്ക കുട്ടികളും കർക്കിടക കഞ്ഞിയുടെ രുചി അറിയുന്നത് ആദ്യമായിട്ടാണ്. തഴുതാമ, തകര, ചേന, കൊടുത്തൂവ, കോയ, മുത്തിൾ, അരുണോദയം ചീര, വകല, പയർ, ഉഴുന്ന്, ചെറൂള, മത്തൻ, ഉലുവ, നവരരി, ഉണക്കലരി, ചെറുപയർ എന്നിവയൊക്കെ ചേർത്തുള്ള കർക്കിടക കഞ്ഞിവെപ്പിന് നേതൃത്വം നൽകിയത് ഹെഡ് മാസ്റ്റർ കേശവൻ മാസ്റ്ററാണ്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടുന്ന കർക്കിടകത്തിൽ കർക്കിടക കഞ്ഞി ശേഷി വീണ്ടെടുക്കാനുള്ള ഉത്തമ ഔഷധമാണെന്ന് ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞു. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ KV ലളിത കഞ്ഞിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. വാസന്തി, സ്കൂൾ PTA പ്രസിഡന്റ് മധു PV, ജയശ്രീ ടീച്ചർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം സമാപിച്ചു. കൊവ്വപ്പുറത്ത് നടന്ന സമാപന സമ്മേളനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV പ്രീത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ 17ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. കൊവ്വപ്പുറത്ത് നടന്ന സാംസ്കാരിക സമ്മേളനം VV പ്രീത ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നണി കാണുന്നവർ അല്ലാത്ത കുടുംബശ്രീ അംഗങ്ങളല്ലാത്തവർ അന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്കെല്ലാം വേറെ പണിയില്ലേ, ഈ 10 രൂപ വെച്ചിട്ടാണ് നാളെ സമ്പാദിക്കേണ്ടത് ചോദിച്ചവരുണ്ട്. ആ ചോദിച്ചവർ ഞങ്ങളുടെ കൂടെ ഇന്ന് വന്നു. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK നാരായണി അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV നാരായണൻ മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു. PK ഹസൻകുഞ്ഞി മാസ്റ്റർ, TV ശോഭന, K ശാർങ്ങധരൻ, ശൈലജ, രാധ, താരാമണി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്നൂർ UP സ്കൂൾ വിദ്യാരംഗത്തിന്റെ നേതൃത്വത്തിൽ ആദികാവ്യത്തിലൂടെ രാമായണ പാരായണവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. മറത്തുകളി പണ്ഡിതനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ പാണപ്പുഴ പത്മനാഭൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി സംസ്കൃത കൗൺസിലിന്റെ ഉദ്ഘാടനവും നടന്നു. രാമായണ പ്രശ്നോത്തരിയിൽ സമ്മാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് KP രമണി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. C. രാഘവൻ അധ്യക്ഷത വഹിച്ചു. A. ജയപ്രകാശ് സ്വാഗതവും CR പ്രജീഷ് നന്ദിയും പറഞ്ഞു. മാറ്റൊലി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ പുത്തരിയല്ലാത്ത കേരളത്തിൽ ഒരേ പാർട്ടിയിലുള്ളവർ തന്നെ പരസ്പരം കൊല്ലുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ചാവക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകന്റെ വധത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ പ്രതികരണം. ഇപ്പോൾ അതിനുള്ള ഉദാഹരണം നമ്മൾ മുന്നിലുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് കോൺഗ്രസിലെ AI വിഭാഗം തമ്മിലുള്ള ഗ്രൂപ്പ് പോര് ഒരു രക്തസാക്ഷിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹനീഫയുടെ വധം, ആ വധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതികളെ പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ഭരണരാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. രാഷ്ട്രീയ കൊലപാതകം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. രാഷ്ട്രീയ കൊലപാതകം ഇല്ലാതാക്കണമെങ്കിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ഇവിടെ കൊലപാതകം നടത്തി വരുന്നത്. അത് ഇല്ലാതാക്കണമെങ്കിൽ
രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വിചാരിക്കണം. ഈ ഇപ്പം അടുത്ത കാലത്ത് ഇപ്പം ചാവക്കാട് എന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസ്സുകാരെ തന്നെ കൊന്നതായിട്ടുള്ളതായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ശരിയായി പറയാമെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരെ കൊന്നതല്ലാതെ രാഷ്ട്രീയം അല്ലാതെ അവിടെ മദ്യമാഫിയക്കെതിരായി പ്രവർത്തിച്ച ആ സുഹൃത്തിനെയാണ് അവിടുത്തെ മറ്റൊരു വിഭാഗം കൊന്നത്. പക്ഷേ രണ്ടു കൂട്ടരും കോൺഗ്രസ്സുകാരായി പോയി എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളതായ ഒരു വൈരുദ്ധ്യമുള്ളൂ. അത് ജനങ്ങൾക്ക് ദ്രോഹമാണ്. അതിൻ്റെ പ്രതീതി എന്ന് വിചാരിച്ചാൽ അത് ഇതാക്കണം. മറ്റൊന്നും എനിക്ക് വിശേഷിച്ചൊന്നും പറയും. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. വ്യത്യസ്ത രാഷ്ട്രീയക്കാർ പരസ്പരം മത്സരിച്ച് നിരപരാധികളായ ഒരുപാട് ആൾക്കാരെയാണ് കൊന്നൊടുക്കുന്നത്. അത് നിമിത്തം എത്രയോ കുടുംബങ്ങൾ അനാഥരായി പോകുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ സമരചരിത്രത്തിൽ പുതുമയാർന്ന ഒരു ഏട് കൂടി ചേർത്തിരിക്കുകയാണ് CPIM നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സമരം. കൈകളും മനസ്സും പരസ്പരം കോർത്തുകെട്ടിയ ഒറ്റച്ചരട് പോലെ സംസ്ഥാനത്തിന്റെ തെക്കുവടക്ക് അതിർത്തികളെ തൊട്ട ജനലക്ഷങ്ങൾ ദുർഭരണത്തിനെതിരെ ശക്തമായ താക്കീതാണ് ഉയർത്തിയത്. കണ്ണപുരം ഇടക്കേപ്പുറത്ത് കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻശേഖരം പിടികൂടി. SI PA ബിനുമോനും സംഘവുമാണ് പുകയില വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരം പബ്ലിക് സ്കൂൾ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. കരിവള്ളൂർ കൊഴുമലിലെ കുടക്കല്ലുകൾ വിസ്മൃതിയിലേക്ക്. പ്രാചീന സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ ഇവ സംരക്ഷണം കിട്ടാതെ കാടുകയറി നശിക്കുകയാണ്. കതിരൂർ മനോജ് വധക്കേസ്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനന് ജാമ്യം ലഭിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.